എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിങ്കോണിയം പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയണത്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. നമ്മളുടെ കയ്യിലുള്ള സിങ്കോണിയങ്ങളൊക്കെ ഒരുവിധം നല്ല ബുഷിയായിട്ട് തന്നെ വലുതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കെയറും അതുപോലെ തന്നെ ആ ചെടിയിൽ വരുന്ന കോമൺ ആയിട്ട് വരുന്ന പ്രശ്നങ്ങളെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സിങ്കോണിയത്തിൽ നെപ്പൈറ്റിസ് പിങ്ക് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതൊരു മോസ്റ്റിക്ക് വെച്ച് മുകളിലോട്ട് പടർത്തി വിട്ടിരിക്കുകയാണ്. കെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിങ്കോണിയത്തിന് ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും സൂട്ടബിൾ അല്ല. ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടിൽ നമുക്ക് ഈ ചെടിയെ വെച്ച് കൊടുക്കാവുന്നതാണ്. ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും അത് കറക്റ്റായിട്ടുള്ള സ്പോട്ട് കിട്ടാതെ വരാറുണ്ട്. ലൈറ്റ് കുറവാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ള ആ വെരിഗേഷൻ നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ ആ കളറ് മുഴുവനായിട്ട് അതൊരു ഗ്രീൻ ഷെയ്ഡിലോട്ട് ഇലകൾ മാറാനുള്ള സാധ്യതയുണ്ട് ലൈറ്റ് കുറവാണെങ്കിൽ. അത് നിങ്ങളുടെ അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബ്രൈറ്റ് ലൈറ്റിലേക്ക് വെക്കാമെന്നുള്ളതാണ്. ഒരു കറക്റ്റായിട്ടുള്ള സ്പോട്ട് എന്ന് പറയുമ്പോൾ മോർണിംഗിലോ ഈവനിങ്ങിലോ നമുക്ക് ലൈറ്റ് കിട്ടുന്ന കിഴക്കോ പടിഞ്ഞാറോ കിട്ടുന്ന ബാൽക്കണിയിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഒരു ലൈറ്റ് കിട്ടുന്ന ഒരു വിൻഡോ സൈഡിൽ നമുക്ക് ഈ ചെടിയെ വെച്ച് കൊടുക്കാം. ഈ രണ്ട് വെറൈറ്റിയും വരുന്നത് അധികം ബുഷിയായിട്ട് വലുതാവുന്ന ഒരു വെറൈറ്റിയാണത്. മുകളിലോട്ട് എന്താ പറയുക, വള്ളിച്ചെടി പോലെ വലുതാവാതെ കടയിൽ നിന്ന് തന്നെ കിളിർത്ത് പുതിയ പുതിയ ചെടികളുണ്ടായി അത് ചട്ടി നിറയെ ഇങ്ങനെ ബുഷിയാവുന്നൊരു വെറൈറ്റിയാണ്. റിബൺ പോലെയാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത്. നല്ലൊരു വെറൈറ്റിയാണത്. സിങ്കോണിയം പ്ലാന്റ്സ് റെയിൻ ഫോറസ്റ്റിൽ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഹ്യൂമിഡിറ്റി ഇഷ്ടമാണ്. നമ്മളുടെ ഇപ്പോൾ നല്ല ചൂടുള്ള ഒരു സമയമാണ്. നമുക്ക് ഹ്യൂമിഡിറ്റി കൊടുക്കാനായിട്ട് സ്പ്രേയർ വെച്ചൊക്കെ നമുക്കൊന്ന് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ആ ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. ഇത് നമ്മളുടെ നാട്ടിലൊക്കെ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണത്. പറമ്പിലൊക്കെ പലർക്കും കിട്ടാറുള്ള ഒരു വെറൈറ്റിയാണ്. എന്നാലും ഈ ചെടി ബുഷിയായിട്ട് വലുതായി കഴിഞ്ഞാൽ ഈ ഒരു വെറൈറ്റിയും കാണാൻ നല്ല ഭംഗിയാണ്. ഇനി മണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഡ്രെയിൻഡ് ആവുന്ന ഒരു പോട്ടിംഗ് മിക്സ്ചർ എടുക്കുക. ചെറിയ ഒരു നനവ് ചട്ടികളിൽ കാണുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. കണ്ടോ, ഈ ഒരു വെറൈറ്റി ഇങ്ങനെ വള്ളി പോലെ പടർന്നതാണ്. ഹാങ്ങിങ് പോട്ട്സിൽ വേണമെങ്കിൽ വെക്കാം. അതല്ലെങ്കിൽ ചട്ടിയിൽ തന്നെ നമുക്ക് ആ വള്ളീനെ ഇങ്ങനെ റൗണ്ടിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബുഷിയായിട്ട് വലുതാക്കി എടുക്കാവുന്നതാണ്. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ്ചർ എടുക്കാവുന്നതാണ്. എന്നിരുന്നാൽ കൂടെ നമുക്ക് ഒരു ചെറിയ നനവ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നമുക്ക് ചകിരിച്ചോറ് നമ്മളുടെ പോട്ടിംഗ് മിക്സ്ചറിൽ ആഡ് ചെയ്യാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കണം, ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ചെടിക്കത് ഫംഗസ് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കരുത്. നനയ്ക്കുമ്പോൾ നന്നായി നനച്ചു കൊടുത്ത് ഡ്രെയിനേജ് ഹോളിലൂടെ വെള്ളം പോകുന്ന വരെ നനച്ചു കൊടുത്തതിന് ശേഷം അടുത്ത പ്രാവശ്യം നനയ്ക്കുന്നതിന് മുൻപ് മേൽമണ്ണ് ഡ്രൈ ഔട്ട് ആയിട്ടില്ലെന്ന് ചെക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നനച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു വെറൈറ്റി നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വലുതാക്കി എടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ പിങ്ക് വെറൈറ്റിയാണ്. ഈ ഒരു ചെടിയിൽ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണ് അതിൻ്റെ വെരിഗേഷൻ, ആ പിങ്ക് കളർ നഷ്ടപ്പെട്ടിട്ട് ഗ്രീൻ ആവുന്നു. ഇതിന് വരുന്ന പുതിയ കിളിർപ്പുകളാണ് പിങ്ക് കളറിലുള്ളത്. കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഇലകൾ ഗ്രീനിഷ് ഷെയ്ഡിലോട്ട് പോകും. അത് കോമൺ ആയിട്ടുള്ളതാണ്. അതല്ലാതെ പുതിയ ഇലകളിലാണെങ്കിലും അധികം നേരം ഗ്രീനിഷ് എന്താ പറയുക പിങ്ക് കളർ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു കോമൺ പ്രോബ്ലമാണ്. അതിനുള്ള കാരണം അതിനാവശ്യത്തിനുള്ള സൺലൈറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സ്പോട്ടിൽ തന്നെ വെക്കുക. അത്യാവശ്യം കുറച്ചൊക്കെ സൂര്യപ്രകാശം ഇതിന് ആവശ്യമാണ്. തീരെ കിട്ടാത്ത ഒരു സ്പോട്ടിൽ നിങ്ങൾ വെക്കാതിരിക്കുക. അതാണ് ഈ ഒരു വെരിഗേഷൻ നഷ്ടപ്പെടാതെ നമുക്ക് നല്ല കളറിൽ കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ ഇല മഞ്ഞളിപ്പ് എന്നുള്ളതാണ്. ഇല മഞ്ഞളിപ്പിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ നന കുറയുന്നതാണ്. തീരെ നമ്മൾ നനയ്ക്കാനായിട്ട് മറന്നു പോകുന്നതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ്. ഇതിൻ്റെ നന കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അടിയിൽ നിന്നുള്ള കുറേ ഇലകൾ മഞ്ഞളിച്ച് പോകുന്നു. അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇത് ബട്ടർഫ്ലൈ വെറൈറ്റിയാണ്. ഇത് നമ്മളുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് പറമ്പിലും ഒക്കെ കാണുന്നൊരു വെറൈറ്റിയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇലകളുടെ വലിപ്പം ഭയങ്കര കൂടുതലാണ്. അതുകൂടാതെ ഇത് വള്ളി ആവുന്ന ഒരു ടൈപ്പാണ്. നമുക്ക് മോസ്റ്റിക്കൊക്കെ വെച്ച് മുകളിലോട്ട് പടർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണിത്. ഇതൊക്കെയാണ് ഈ പ്ലാന്റിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ ഓവർ വാട്ടറിങ് ആയിട്ടുണ്ടെങ്കിൽ ഇലയിലൊക്കെ ഫംഗസ് വന്നിട്ട് ആ ചെടിയുടെ ഇലകളൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോകാനുള്ള അടിഭാഗത്തുനിന്ന് ചീഞ്ഞ് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓവർ വാട്ടറിങ് ഒഴിവാക്കാം.
ഇനി വളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. വലിയ തോതിലുള്ള എന്താ പറയുക കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഒരു പിടി വീതം ഒരു 15 ദിവസം 20 ദിവസം ഗ്യാപ്പിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ മെയിനായിട്ടുള്ള കെയർ വരുന്നത്. ഞാനിപ്പോൾ ഈ ഒരു വെറൈറ്റി ഇടയ്ക്കിടയ്ക്ക് ഒരു അത്യാവശ്യം ദിവസങ്ങളൊക്കെ മറന്നു പോകാറുണ്ട് നനയ്ക്കാനായിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ താഴത്തുള്ള ലീഫുകൾ ഇങ്ങനെ കരിഞ്ഞു പോകുന്നുണ്ട്, മഞ്ഞളിച്ച് കരിഞ്ഞു പോകുന്നുണ്ട്. ഇത് അതേ വെറൈറ്റി തന്നെയാണ്. ഞാനൊരു ചെറിയ ചട്ടിയിലാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളുടെ വലുപ്പം ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ വലിയ ഇലകൾ, ഈ ഒരു വെറൈറ്റിയിൽ വലിയ ഇലകൾ എന്നുള്ളതാണ് എനിക്കതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത്. വലിപ്പം ഒരുപാട് കൂടുതലാണ്. പിന്നെ വലിയ എന്താ പറയുക തണ്ടുമാണ് വരുന്നത്. അത് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെറിയ പോട്ടുകളിൽ, ക്യൂട്ടായിട്ടുള്ള പോട്ടുകളിൽ വെച്ച്